സംസാരം TV ചാനലിലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം രക്തസമ്മർദ്ദം, ബ്ലഡ് പ്രഷർ. അതാണ് നമുക്കിന്ന്. അതിനെ എങ്ങനെ നിയന്ത്രിക്കാം എന്ന ലളിത അറിവുകളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. BP നല്ലൊരു ലക്ഷണമല്ല. വളരെ ചെറുപ്പത്തിലെ BP കൂടുകയാണെങ്കിൽ ഒരുപക്ഷെ വൃക്കയ്ക്ക് നീർക്കെട്ടോ അത് സംബന്ധമായ എന്തെങ്കിലും പ്രയാസങ്ങളോ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കാൻ വൈകിപ്പോകരുത്. ഒരു 20 വയസ്സ് മുതൽ BP കണ്ടാൽ ഉടനെ ഒരു നെഫ്രോളജിസ്റ്റിൻ്റെ സഹായം തേടേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഹൈ BP കണ്ടാൽ ചിലർക്ക് കുറവായിരിക്കും, ചിലർക്ക് കൂടുതലായിരിക്കും. BP കൂടുമ്പോഴാണ് സ്ട്രോക്ക് ഉണ്ടാക്കുക. ഒരു സൈഡ് തളർന്നു പോവുക, തലച്ചോറിലെ വെയിൻ പൊട്ടി ബ്ലീഡിങ് ഉണ്ടാവുക, നമ്മളുടെ സംസാരിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുത്തുക, നമുക്ക് സ്വന്തമായിട്ട് നടക്കാൻ പറ്റാതെ വരിക, രണ്ടാളുടെ ആശ്രയത്തോടു കൂടി നമുക്ക് ബാത്റൂമിൽ പോകേണ്ട അവസ്ഥ വരിക. അതൊക്കെ BP കൂടി സ്ട്രോക്ക് ഉണ്ടാകുന്ന സന്ദർഭങ്ങളിലാണ്. ഇനി BP ഒത്തിരി താന്നു പോയാൽ അത് സൈലൻ്റ് അറ്റാക്കിലേക്ക് നയിക്കും. അപ്പം ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഒരു തിരിച്ചറിവുണ്ടാകണം. ശരിക്കും നമുക്ക് 120/80 നമ്മുടെ നോർമൽ BP. അത് ചിലർക്ക് 200, 180, 300, 200 എന്നൊക്കെ പറഞ്ഞ് ഹൈ ആവാറുണ്ട്. ഒരുപാട് കടന്നാൽ ഉറപ്പായിട്ട് തലച്ചോറിലെ വെയിന് പൊട്ടുകയും ബ്ലീഡിങ് കിനിയുകയും ചിലപ്പോൾ സർജറി വേണ്ടി വരികയും അല്ലെങ്കിൽ ആ സ്ട്രോക്ക് ഉണ്ടാകുന്ന ഏറ്റവും അടുത്ത നിമിഷങ്ങളിൽ ഒരു ന്യൂറോ സർജൻ്റെ അടുക്കലെത്തുകയും അവിടുത്തെ ഒരു ആദ്യത്തെ ഇഞ്ചക്ഷൻ ചെയ്യുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാനാവും. ചിലർക്കൊക്കെ പറ്റുക രാത്രി ഉറക്കത്തിൽ സ്ട്രോക്ക് വരും. മണിക്കൂറുകളോളം താമസിച്ചായിരിക്കും കണ്ടെത്തുക. കണ്ടറിയുമ്പോൾ ഓടിക്കൊണ്ടുപോയി ആശുപത്രിയിലെത്തും. ഒരുപക്ഷെ അത് ദീർഘകാലം കിടക്കും, ദീർഘകാലം കടന്ന് മരണശയ്യയിലാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു സ്ട്രോക്ക് വന്നാൽ ഏറ്റവും പെട്ടെന്ന് ആ രോഗിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ്. ആദ്യത്തെ അരമണിക്കൂറിനുള്ളിൽ ആ ഇഞ്ചക്ഷൻ കൊടുത്താൽ ഒത്തിരി നല്ലതാണ് എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. എല്ലാ മനുഷ്യരിലും ഈ തിരിച്ചറിവ് ഉണ്ടാവണം. BP കുറഞ്ഞു പോയാലോ ഏറ്റവും പെട്ടെന്ന് ഉപ്പിട്ട് വെള്ളം കൊടുക്കുകയോ ഉപ്പിട്ട് നാരങ്ങ വെള്ളം കൊടുക്കുകയോ ഒക്കെ ചെയ്യാം. അതൊക്കെ വേഗം BPയെ കൂട്ടാനും സഹായിക്കാം. പക്ഷെ ഒത്തിരി താഴെ പോയാൽ ഇതൊന്നും പറ്റില്ല. ഡോക്ടറുടെ സാന്നിധ്യം നിർബന്ധമാണ്. അങ്ങനെ പോകുന്നവരെ നേരെ കാണിക്കുകയും ചെയ്യണം. ഇനി പ്രഷർ കൂടിയാലും തലവേദന, ഛർദി ഉണ്ടാകും. BP കുറഞ്ഞാലും തലവേദന, ഛർദി ഉണ്ടാകും. ഇപ്പം തലവേദനയും ഛർദിയും BPയും ഒക്കെ കണ്ടാൽ വെച്ചുകൊണ്ടിരിക്കരുത്. അത് തലവേദനയ്ക്ക് ചികിത്സിച്ചുകൊണ്ട് പോകരുത്. കാരണം ആ തലവേദനയുടെ കാരണം എന്താണ് എന്ന് നാം കണ്ടെത്തണം. തലവേദനയ്ക്ക് വിവിധ കാരണങ്ങളുണ്ട്. BP കുറഞ്ഞാൽ തലവേദന വരും, കൂടിയാൽ തലവേദന വരും, കഫം നെറ്റിയിലും കണ്ണിന് ചുറ്റും ഒക്കെ നിറഞ്ഞാൽ തലവേദന വരും. ഇപ്പം തലവേദന വരാൻ ഒത്തിരി കാരണങ്ങളുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പീരീഡ് വൈകിയാൽ തലവേദന വരും. പീരീഡിൻ്റെ സമയത്ത് ഹോർമോണിൻ്റെ വ്യത്യാസം കൊണ്ട് തലവേദന വരാം. അമിതമായ ആർത്തവമുണ്ടായാൽ തലവേദന വരാം. ഹൈപ്പർ ടെൻഷൻ, അമിത ടെൻഷൻ ഉണ്ടെങ്കിൽ തലവേദന വരാം. വയറിലെ ദഹനം കുറഞ്ഞാൽ തലവേദന വരാം. അങ്ങനെ തലവേദന വിവിധ കാര്യങ്ങളിലേക്ക് കടന്നു പോകും. പക്ഷേ ഏറ്റവും ആദ്യം തലവേദന വന്നാൽ പ്രഷർ നോക്കുക, അതിനെന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ എന്ന് നാം കണ്ടെത്തുക. അതാണ് ഏറ്റവും പരമപ്രധാനം. അപ്പോൾ പ്രഷർ നമുക്ക് കൂടുമ്പോൾ കുറയുമ്പോൾ തലവേദന ഉണ്ടാവും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ BP നോക്കി ഉറപ്പുവരുത്തണം. എന്നാൽ ചെറിയ പ്രായത്തിലെ വന്നാലോ അത് നമ്മൾ ഇതിനേക്കാളൊക്കെ വളരെ കെയർ ചെയ്യണം. ഒരു ഡോക്ടറുടെ സാമീപ്യം, നല്ല ഡോക്ടറെ കണ്ടെത്തി അതിന് വേണ്ട ക്രമീകരണം ഒരുക്കുക തന്നെ വേണം. അത് നിസ്സാരമായി നാം കരുതരുത്. എന്നാൽ ഒരു 50 വയസ്സിന് മുകളിലേക്ക് അല്ലെങ്കിൽ 40 വയസ്സിന് മുകളിലേക്കൊക്കെ വരുമ്പോൾ ചെറിയ BP എല്ലാവർക്കും ഉണ്ടായേക്കാം. ചിലർക്ക്
140-90 സ്ഥിരമുണ്ടാകും. ആ സ്ഥിരം പോകുന്ന വലിയ കുഴപ്പമില്ല. പക്ഷെ 90ൻ്റെ മേളിലേക്ക് ഒരു പൊടി പോലും കയറാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം, ശ്രമിക്കണം. അതാണ് ഏറ്റവും പരമപ്രധാനം. അപ്പം അതിന് അങ്ങനെ ബി പി നമുക്ക് കൂടുതലാകുന്നുവെങ്കിൽ മുരിങ്ങക്കായ അത് ചെറു കഷ്ണങ്ങളാക്കി മുറിച്ച് നന്നായി കഴുകിയതിന് ശേഷം ചെറു കഷ്ണങ്ങളാക്കി മുറിച്ച് അത് കുക്കറിൽ അങ്ങ് വേവിക്കുക. കുറച്ച് ഏറെ നേരം വേവിക്കുക. നന്നായിട്ട് വെന്തലിയട്ടെ. ശേഷം അത് ഇത്തിരി അധികം വെള്ളം വേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചാൽ മതി. നന്നായിട്ട് വെന്തതിന് ശേഷം എടുത്ത് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ പുറന്തൊലി മാത്രം കളഞ്ഞ് കഴിക്കുക. ബി പി കൺട്രോളാവും. ഇനി മുരിങ്ങേൻ്റെ ഇല, ഒരു പിടി മുരിങ്ങ ഇല പറിച്ച് കഴുകരുത്. ഒരു പാത്രത്തിലിട്ട് തിളച്ച കഞ്ഞിവെള്ളം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അരി വെന്തതിന് ശേഷമുള്ളതല്ല, മറിച്ച് അരി തിളക്കുമ്പോൾ ഉള്ള കഞ്ഞിവെള്ളം. അരി നമ്മൾ ഇട്ട് തിളച്ചാൽ ഉടനെയുള്ള കഞ്ഞിവെള്ളം ഒരു തവി ഈ മുരിങ്ങ ഇലയിൽ ഒഴിച്ചു വെക്കുക. എന്നിട്ട് അത് തണിഞ്ഞ് കഴിയുമ്പോൾ പിഴിഞ്ഞെടുത്ത് കഴിക്കുക. ഈ മുരിങ്ങയുടെ ഇലയിലുള്ളിൽ പുറത്ത് ഒരു പൊടിയുണ്ട്, വെളുത്ത ഒരു പൊടി. അതാണ് യഥാർത്ഥത്തിൽ മെഡിസിൻ. അതുകൊണ്ടാണ് കഴുകരുത്. വൃത്തിയുള്ള മുരിങ്ങേൻ്റെ ഇല പറിച്ചെടുത്ത് ഈ വെന്ത കഞ്ഞിവെള്ളം അല്ല, തിളച്ച കഞ്ഞിവെള്ളം, അരിയിട്ട് ഉടനെ തിളച്ച വെള്ളം ഒഴിച്ചു വെക്കുക. തണിഞ്ഞ് കഴിയുമ്പോൾ അത് പിഴിഞ്ഞ് കുടിക്കുക. അത് ബി പിയെ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കും. മുരിങ്ങൻ്റെ ഇല, മുരിങ്ങക്കായൊക്കെ ദൈനംദിന ജീവിതത്തിലെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ബി പിയെ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കും. പിന്നെ നമ്മളുടെ മനസ്സിനും ശരീരത്തിൻ്റെയും ഒരു ഏകാഗ്രതയാണ്. അമിത ടെൻഷൻ അടിച്ച് ജീവിക്കാൻ വേണ്ടി പരക്കം പായുമ്പോൾ ഒരുപക്ഷെ നമുക്ക് പല പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടായേക്കാം. ആ പ്രതിസന്ധികളും പ്രയാസങ്ങളുമാണ് ഈ വലിയ ബി പിയിലേക്കും വലിയ തലവേദനകളിലേക്കും ഒക്കെ ചിലപ്പോൾ കൊണ്ടെത്തിക്കുക. അപ്പോൾ ഒരു ബ്രീത്തിങ് എക്സർസൈസ് നല്ലതാണ്. എല്ലാ ദിവസവും രാവിലെ ഏൽക്കുമ്പോൾ അതിനെ പ്രാണായാമം എന്ന് പറയും. ഒരു മൂക്ക് അടച്ചു പിടിച്ച് ഓക്സിജൻ്റെ അളവിനെ നന്നായി വർദ്ധിപ്പിക്കുക, വലിച്ചെടുക്കുക. ഈ മൂക്ക് അടച്ചു പിടിക്കുക, കാർബൺ ഡൈ ഓക്സൈഡിനെ വിടുക. അങ്ങനെ തിരിച്ചു മറിച്ചു അങ്ങനെ ചെയ്യുന്നതും നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ സുഗമമാക്കാനായിട്ട് സഹായിക്കും. അപ്പം ഇന്ന് നമ്മുടെ വീടുകളിലൊക്കെ ഒത്തിരി സംവിധാനങ്ങളായി കഴിഞ്ഞു. ബി പി അപ്പാരറ്റ്സ് വരെ നമ്മുടെ വീടുകളിലുണ്ട്. നോക്കാൻ പഠിച്ചവരുമുണ്ട്. ഡിജിറ്റലായിട്ടുള്ള ബി പി അപ്പാരറ്റ്സുമുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ബി പി നോക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്നും ഇല്ലാത്തവർ അടുത്തുള്ള ഡോക്ടറെ കണ്ട് ബി പി നോക്കാനായിട്ട് മറക്കുകയും ചെയ്യരുത്, നോക്കാതിരിക്കാതെ കൊണ്ടുപോകരുത്. അപ്പോൾ ഈ പ്രഷറിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ, അതിൻ്റെ വർധനവ്, കുറവ് കാണുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഈ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണം. ഒപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബി പി വർദ്ധിക്കുന്നതും ഭക്ഷണവുമായിട്ടും ഒത്തിരി ബന്ധമുണ്ട്. വയറ് കുത്തി നിറച്ച അമിതാഹാരങ്ങൾ നിർബന്ധമായും നാം കുറയ്ക്കുക. ജീവിതത്തിൽ വെള്ളം കുടിക്കുക, എക്സർസൈസ് ഉണ്ടാകുക, ഇത് പരമപ്രധാനമാണ്. ഇന്ന് പലപ്പോഴും പല രോഗങ്ങളും നമ്മെ കീഴ്പ്പെടുത്തി കഴിഞ്ഞിട്ടുള്ളത്. നമ്മുടെയൊക്കെ വീടുകളിൽ ഒരു ബോക്സ്, ഒരു കുഞ്ഞു ഫാർമസി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നാം മറക്കാതെ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ ജീവിതത്തിൽ ചില ചിട്ടകൾ, ചില നിഷ്ഠകൾ ഉണ്ടാവട്ടെ. ഉണ്ടാകുന്നത് വഴി ആരോഗ്യത്തെ സംരക്ഷിക്കാൻ കഴിയും എന്നൊരു നല്ല തിരിച്ചറിവ്, നല്ല ചിന്ത നമ്മുടെ ഏവരുടെയും മനസ്സിലുണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി സൂചിപ്പിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.